ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് 3 സ്റ്റിച്ചസ് ആണ്. കേബിൾ സ്റ്റിച്ചാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. കേബിൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നീഡിൽ ക്ലോത്തിൻ്റെ താഴെ നിന്ന് കുത്തിയെടുക്കണം. കേബിൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഏകദേശം സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇതുപോലെ നീഡിൽ വീണ്ടും താഴേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഏകദേശം മിഡിലിൽ നിന്ന് വീണ്ടും നീഡിൽ മുകളിലേക്ക് എടുക്കണം. ആദ്യത്തെ ഈ ഒരു സ്റ്റിച്ച് ചെയ്തപ്പം ത്രെഡ് റൈറ്റ് സൈഡിലേക്കാണ് പിടിച്ചത്. ഇനി ഈ ഒരു ത്രെഡ് ലെഫ്റ്റ് സൈഡിലേക്കാണ് പിടിക്കേണ്ടത്. അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പം ഫസ്റ്റ് സ്റ്റിച്ച് റൈറ്റ് സൈഡിലേക്കും സെക്കൻഡ് വൺ ലെഫ്റ്റിലേക്കുമാണ് പിടിക്കുന്നത്. ഈ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ അതേ ലെങ്ത്തിൽ വീണ്ടും അടുത്ത സ്റ്റിച്ച് ചെയ്യണം. സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ത്രെഡ് ഒരു സൈഡിലേക്ക് തന്നെയാണ് പിടിക്കുന്നത്. റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഫുൾ സ്റ്റെം സ്റ്റിച്ച് തീരുന്നത് വരെ റൈറ്റ് സൈഡിലേക്കും, ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ഫുള്ള് ലെഫ്റ്റ് സൈഡിലേക്കുമാണ്. ഈ ഒരു കേബിൾ സ്റ്റിച്ച് ചെയ്യുമ്പം ആദ്യത്തെ സ്റ്റിച്ച് റൈറ്റിലേക്കാണെങ്കിൽ രണ്ടാമത്തേത് ലെഫ്റ്റിലേക്ക്, അങ്ങനെ മാറി മാറിയാണ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങി രണ്ടാമത്തേത് ലെഫ്റ്റ് സൈഡിലാണ് എടുത്തത്. മൂന്നാമത് ത്രെഡ് പിടിക്കേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ്. വീണ്ടും ഇതുപോലെ തന്നെ നീഡിൽ താഴേക്ക് എടുത്തിട്ട് ഇതിൻ്റെ മിഡിൽ നിന്ന് മുകളിലേക്ക് എടുക്കണം. ഈ ഓരോ സ്റ്റിച്ചിൻ്റെയും മിഡിൽ എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് ചെയ്ത സ്റ്റിച്ചിൻ്റെ എൻഡാണ്. അപ്പം തൊട്ട് മുമ്പ് ചെയ്ത സ്റ്റിച്ചിൻ്റെ എൻഡിലേക്ക് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നീഡിലെടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഈ ഓരോ സ്റ്റിച്ചും ഒരേ അകലത്തിൽ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പം നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നീഡിൽ കൊണ്ടുവരുന്നതിന് പകരം ഒറ്റ സ്റ്റിച്ചായിട്ട് തന്നെ ഇവിടുന്ന് കുത്തി ഇതുപോലെ ഒന്നിച്ച് നമുക്ക് മുകളിലേക്ക് എടുക്കാൻ പറ്റും. ഈ രണ്ട് രീതിയിൽ ചെയ്താലും ഒരുപോലെ തന്നെയാണ് സ്റ്റിച്ച് വരുന്നത്. അടുത്തത് ചെയ്യാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നീഡിൽ ഇതുപോലെ ക്ലോത്തിൻ്റെ താഴെ നിന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം ആ സെയിം പോയിൻറ്റിലേക്ക് തന്നെ നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. സെയിം പോയിൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ആ നൂല് ഫുള്ളായിട്ട് വലിക്കാൻ പാടില്ല, കുറച്ച് ഇതുപോലെ നൂല് പിടിക്കണം. എന്നിട്ട് അതിൻ്റെ മിഡിൽ നിന്ന് ആ സെയിം ലൈനിൽ, നമ്മളൊരു ലൈൻ വരച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലൈനിൽ തന്നെ നീഡിൽ മുകളിലേക്ക് എടുക്കണം. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ ആ ബാക്കി പിടിച്ചിരുന്ന ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് നീഡിൽ താഴെ നിന്ന് എടുക്കേണ്ടത്. വീണ്ടും താഴെ നിന്ന് നീഡിൽ കൊണ്ടുവന്ന് അതേ പോയിൻറ്റിൽ നീഡിൽ താഴേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഇതുപോലെ ത്രെഡ് ഫുള്ളായിട്ട് വലിക്കാതെ ത്രെഡ് ഇങ്ങനെ പിടിച്ചിട്ട് സെയിം ലൈനിൽ നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരണം.
വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഈ ഓരോ സ്റ്റിച്ചിൻ്റെയും ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ രണ്ടാമത് നീഡിൽ എടുക്കുന്നതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് കൂട്ടിയാൽ മതി. ആദ്യം കേബിൾ സ്റ്റിച്ചിൽ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് നമുക്ക് കുത്തിയിട്ട് നേരെ ഒരു സ്റ്റിച്ചായിട്ട് എടുക്കാം. താഴേക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാതെ ഇവിടുന്ന് തന്നെ കുത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ചെയ്യുമ്പം ഏതാണ് എളുപ്പം അതുപോലെ ചെയ്യാം. ഇവിടുന്ന് താഴേക്ക് നീഡിൽ കൊണ്ടുപോയിട്ട് ചെയ്യുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു സ്റ്റിച്ചായിട്ട് തന്നെ ഇവിടുന്ന് തന്നെ കുത്തിയിട്ട് താഴേക്ക് സെപ്പറേറ്റ് കൊണ്ടുപോകാതെ ഒറ്റ സ്റ്റിച്ചായിട്ട് തന്നെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ചെയ്യാൻ പോകുന്നത് കേബിൾ ചെയിൻ സ്റ്റിച്ചാണ്. അതിനു വേണ്ടി ഇതുപോലെ നീഡിൽ ക്ലോത്തിൻ്റെ താഴെ നിന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം ത്രെഡ് നീഡിൽ ഒരു തവണ ഇതുപോലെ ചുറ്റിയിട്ട് എത്ര ഡിസ്റ്റൻസിലാണോ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റിച്ച് വേണ്ടത് ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും ഇതുപോലെ എടുക്കണം. എന്നിട്ട് ഈ ഒരു ത്രെഡ് ആ നീഡിലിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ അടിയിലേക്ക് ചുറ്റി വെക്കണം. എന്നിട്ട് നീഡിൽ മുകളിലേക്ക് വലിച്ചെടുക്കണം. ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൽ ആദ്യം ഒരു ലൈനും പിന്നെ ഒരു ചെയിനും കൂടെയാണ് വരുന്നത്. അപ്പം നമുക്ക് കേബിൾ സ്റ്റിച്ചിലെ പോലെ ഒരു ലൈനും ചെയിൻ സ്റ്റിച്ചിലെ പോലെ ഒരു ചെയിനുമാണ് ഒരു സ്റ്റിച്ചിൽ വരുന്നത്. നമ്മൾ ഈ ആദ്യം കുത്തുന്ന ഡിസ്റ്റൻസ് കൂട്ടിയാൽ നമുക്ക് ആ ഒരു ലൈനിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറ്റും. രണ്ടാമത് കുത്തിയെടുക്കുന്നതിൻ്റെ ലെങ്ത്ത് കൂട്ടിയാൽ ആ ഒരു ചെയിനിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറ്റും. നമുക്ക് എത്രയാണോ ആ ഒരു ലെങ്ത്ത് ഓരോ സ്റ്റിച്ചിൻ്റെയും വേണ്ട അതിനനുസരിച്ച് നമുക്ക് മാറ്റി ചെയ്യാം. ഇതുപോലെ ഒരു തവണ ചുറ്റുക. എത്ര ഡിസ്റ്റൻസിലാണോ വേണ്ടത് അവിടെ നിന്ന് കുത്തി പിന്നെ എത്ര ഡിസ്റ്റൻസിലാണ് ആ ഒരു ചെയിൻ വേണ്ടത് ആ ഒരു ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ എടുക്കണം. ത്രെഡ് നീഡിലിൻ്റെ അടിയിലാണ് വേണ്ടത്.